പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ബൈബിളിലെ 137 സങ്കീർത്തനത്തെക്കുറിച്ചാണ്. മണ്ണും മനസ്സും ജീവിതവും മാനവും മന്ദിരവും നഷ്ടപ്പെട്ടു പോയൊരു ജനത ബാബിലോണിലേക്ക് വിപ്രവാസത്തിന് തള്ളിവിടപ്പെടുകയാണ്. വിപ്രവാസത്തിൽ വൈദേശികരുടെ അടിമത്തത്തിൽ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദുരിതവും ദുഃഖവും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. യഹോവയുടെ മുമ്പിൽ കിന്നരം മീട്ടി പാട്ടുപാടിയിരുന്ന പകലുകളും സന്ധ്യകളും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ നെഞ്ചകത്തിൽ നിന്ന് പാട്ടവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ കിന്നരങ്ങൾ അവർ അലരിവൃക്ഷങ്ങളിലെ ചില്ലകളിൽ തൂക്കിയിട്ട് അവർ കണ്ണുനീരോടൊഴുക്കി നെഞ്ചകത്തിൽ വേദന കടിച്ചമർത്തി അവർ ഇരുന്നു. എങ്കിലും അവർ ശേഷിച്ച തുടിപ്പ് വീണ്ടും ഒരുമിച്ച് കൂട്ടിയെടുത്ത് നെഞ്ചിലെ ദ്രുതതാളത്തിൽ അവർ ഒരു പാട്ട് ചമച്ചു. ആ പാട്ട് ഇങ്ങനെയാണ്. 137 സങ്കീർത്തനം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ നിന്നെയോർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളുടെ ചില്ലകളിൽ ഞങ്ങളുടെ കിന്നരം ഞങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളുടെ മർദ്ദകർ ഞങ്ങളോട് പറഞ്ഞു, സിയോനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുവാൻ. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ സിയോനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടും? ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ എൻ്റെ സകല സന്തോഷത്തെക്കാളും ഉപരിയായി കണക്കാക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ഇതായിരുന്നു അവരുടെ നെഞ്ചിലെ താളത്തിൽ തട്ടി അവർ ആലപിച്ച ഗാനം. കണ്ണുനീരവരെ നിമഗ്നം ചെയ്തു നിൽക്കുകയാണ്. ആനന്ദിക്കുവാനൊന്നുമില്ല. പിടിച്ചുകൊണ്ടുപോയ വിദേശികർ അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കാൻ വേണ്ടി അവരുടെ ആലയത്തെ ചൂണ്ടിയാണ് പരിഹാസം ആരംഭിച്ചത്. പക്ഷെ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. പാട്ടെനിക്ക് നഷ്ടപ്പെട്ടു പോയി, ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തെ ഞാൻ മറന്നു ജീവിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വലത് കൈ ചലിക്കേണ്ട കാര്യമില്ല. സിയോൻ കർത്താവിൻ്റെ പർവ്വതമാണ്. സിയോനെ, എൻ്റെ സകല സന്തോഷത്തേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ കണക്കാക്കുന്നില്ല എങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കണ്ണുനീരിൻ്റെയും തളർച്ചയുടെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും തീവ്രമായ മനസ്സിനകത്ത് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ജനത്തിൻ്റെ ഉഗ്രമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഗീതമാണ് 137 സങ്കീർത്തനം. ഇന്ന് നമ്മൾ കണ്ണുനീരിന് അടിമപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശകളും കെട്ടുപോകുമ്പോൾ, മനുഷ്യന് ജീവിതത്തിൽ നിരാശ വന്ന് കൂടപ്പിറപ്പായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നീ ഓർക്കണം, ഈ ജീവിതത്തിൻ്റെ ഏത് തളർച്ചയുടെ നടുവിലും നിന്റെ ദൈവത്തെക്കുറിച്ചുള്ളൊരു പ്രത്യാശ നിന്റെ മനസ്സിനകത്ത് എപ്പോഴും കൊണ്ടു നടക്കുവാനായിട്ട് പറ്റുന്നെങ്കിൽ ഒന്നിനും നിന്റെ ജീവിതത്തെ തളർത്താനായിട്ട് കഴിയില്ല. എനിക്ക് ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തെന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദൈവം ഇടപെടുന്നൊരനുഭവമുണ്ട്. ഇതുപോലെ തന്നെ പ്രവാസത്തിലേക്ക് തള്ളിപ്പോയ ഇസ്രയേൽക്കാരൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ ജീവിക്കണ്ട എന്ന തീരുമാനത്തോടുകൂടെ അദ്ദേഹം ഒരു പ്രഭാതത്തിൽ മരണത്തിൻ്റെ അരികിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഏതോ ഒരു അജ്ഞാതനായ മനുഷ്യൻ. പിന്നീട് അയാളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അയാള് പകർന്നു കൊടുത്ത ഒരു പ്രത്യാശയുടെ ഒരു വാക്കുണ്ട്. ആ വാക്ക് മനസ്സിനകത്തേക്ക് ഏറ്റുവാങ്ങി അയാൾ പിന്തിരിഞ്ഞു പോയി. പിന്നീട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന 5000 രൂപ കൊണ്ട് ജീവിതം ആരംഭിക്കുകയാണ്. ഒരു കുഞ്ഞു ബിസിനസ് ആരംഭിച്ചു. വിശക്കുന്ന വയറിന് മേൽ മുണ്ടിനെ വലിച്ച് എടുത്ത് ഉടുത്ത് ആ മനുഷ്യൻ പൊള്ളുന്ന വെയിലത്ത് ഇറങ്ങി നടന്നു. പൊള്ളുന്ന വെയിലത്ത്
പുറം കാണിച്ചു കൊടുത്ത് ഉച്ചച്ചൂടിൽ കുളിച്ച് നടക്കുമ്പോഴും ആ മനുഷ്യൻ്റെ ഉള്ളിലെ തീക്ഷ്ണത കെട്ടുപോയില്ല. അദ്ദേഹം പതുക്കെ ബിസിനസ് ആരംഭിച്ചു. ഇന്ന് അനേകർക്ക് അന്നമൂട്ടിക്കൊടുക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് മാറി. ആരെയും ചതിച്ചല്ല, ആരെയും വഞ്ചിച്ചല്ല. ജീവിതത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശയിൽ ഓരോ ചുവടുവെപ്പുകൾക്കും ബലം പകർന്നു കൊടുക്കുന്നൊരു മനസ്സുണ്ടായതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറി കയറി വന്നതാണ്. ഇതാണ് പ്രത്യാശ. നിന്റെ ജീവിതത്തിൽ ചുറ്റുപാടുകൾ മുഴുവൻ നിനക്ക് പ്രതികൂലമായി മാറുമ്പോൾ, ഒരു മനുഷ്യൻ പോലും നിന്റെ കൺമുമ്പിൽ നിനക്ക് സഹായമില്ലാതെ വരുമ്പോൾ, അതുവരെ നീ പ്രത്യാശ വെച്ചിരിക്കുന്ന സങ്കേതങ്ങൾ മുഴുവൻ തകർന്നു വീഴുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വിശ്വസിക്കാൻ കഴിയണം, ജെറുസലേമിനെ ഞാൻ മറക്കില്ല. സിയോനെ മറന്നെനിക്കൊരു ജീവിതമില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യവും എൻ്റെ ദൈവത്തിൻ്റെ സങ്കേതവും മറന്ന് ഞാൻ ജീവിക്കില്ല എന്ന് മനസ്സിനകത്ത് ഉറപ്പിച്ചാൽ അതിനോളം നിൻ്റെ ജീവിതത്തെ വളർത്തിയെടുത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യവും ഈ ലോകത്ത് സംഭവിക്കാനില്ല. അതുകൊണ്ട് പ്രത്യാശയോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുക. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി മാത്രം ഒരു സൂര്യനെ കർത്താവ് ഉദിപ്പിക്കും. ദൈവം നിന്റെ ഇരുട്ടുകളിൽ ദൈവം നിനക്ക് വേണ്ടി മാത്രം ഒരു ചന്ദ്രഗോളത്തെ കർത്താവ് അവിടെ തെളിയിപ്പിച്ചു തരും. നിന്റെ വഴികൾക്ക് ദൈവം ബലം നൽകും, വെളിച്ചം നൽകും. അതുകൊണ്ട് കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുതലോടെ എൻ്റെ ജീവിതത്തെ കാത്തുകൊള്ളണമേ. എനിക്ക് നിരാശ വന്ന് കയറുമ്പോൾ, പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവിടെ നിന്ന് എനിക്ക് ബലവും സഹായവും അനുഗ്രഹവുമായി എൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകണമേ. ആമേൻ.